ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കോട്ടയത്ത് നടന്ന അവതാർ ഷോയിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് എൻട്രി വരുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ്. ഞാൻ വിചാരിച്ചു അതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സ് ആണെന്ന്. പക്ഷേ തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെന്ന്. പിന്നെ വരുന്നത് കുറച്ച് ഫിഷിൻ്റെ ഏരിയ ആണ്. കുറച്ചല്ല, അതിൽ കൂടുതലുണ്ട്. പലതരത്തിലുള്ള ഫിഷുണ്ട്. എനിക്ക് കറക്റ്റ് ഫിഷിൻ്റെ നെയിം ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ബേസിക്കലി എനിക്ക് ഗോൾഡ് ഫിഷിൻ്റെ നെയിം മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് നമ്മൾ ഇടനാഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മായാവിനെയും ലുട്ടാപ്പിനെയും എല്ലാം കണ്ടിരുന്നു. നമ്മൾ പഴയ കുട്ടിക്കാലത്തേക്കൊന്ന് പോകാൻ നമുക്ക് പറ്റി. കാരണം നമ്മൾ ഇവരെയൊക്കെ ബാലരമയിലല്ലേ വായിച്ചിട്ടുള്ളൂ. എന്നാലും നൈസായിരുന്നു അത്. നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ പോകുന്നത് ഫിഷിൻ്റെ ഒരു ക്ലബിലേക്കാണ്. കുറേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ സാധിക്കും. ഒരു ടാങ്കിനകത്ത് നിറച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ടാങ്കാന്ന് തോന്നുന്നു അത്. അപ്പം അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയിരുന്നത്. എൻ്റെ അച്ഛനമ്മ, ഞാൻ എല്ലാവരും നല്ല ഹാപ്പിയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഞാൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല നൈസായിരുന്നു. കാരണം അതിനകത്ത് കുഞ്ഞു മീനുകളൊക്കെ കിടക്കുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വരുന്ന സെക്ഷൻ കുറച്ച് സ്പേസ് സെക്ഷൻ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല, കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു അവിടെ. പിന്നെ വന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കിയൊരു സെക്ഷൻ. അതായത് ഇവിടെയായിരുന്നു അവതാർ സെക്ഷൻ വന്നിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കാരണം പ്രത്യേകിച്ച് ഈ അവതാർ മൂവി കണ്ടിട്ടുള്ളവർക്ക് തന്നെ കണ്ടിട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും കൂടുതൽ അട്രാക്റ്റീവ് എടുക്കും. കാരണം നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. ആ മൂവി കാണുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയായിട്ട് ലൈറ്റ് സെറ്റിങ്സ് ആണെങ്കിലോട്ട് നല്ല ഭംഗിയുണ്ട്. നോക്കി നിൽക്കാൻ തോന്നും. ഈ വീഡിയോ കാണുന്ന പോലെയല്ല, അടിപൊളിയായിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സെറ്റിങ്സും. ഞാനവിടെ നിന്നിട്ട് എല്ലാം തൊട്ട് നോക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല. പിന്നെ പഞ്ഞി വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പഞ്ഞിയും ലൈറ്റും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് സ്മോക്കി എഫക്റ്റ് ഒക്കെ വന്നിരുന്നു. നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ട്, ശരിക്കും നമ്മൾ തന്നെ മൂവിക്കകത്ത് കണ്ടിരിക്കുന്ന പോലെ തന്നെയായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തന്നെയല്ല, ക്യാരക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ അവർ കറക്റ്റ് രീതിയിലാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മൂവിയിൽ നമ്മളും കൂടെ ഇൻക്ലൂഡഡ് ആക്കിയ പോലെയായിരുന്നു അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നൈസായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ട്. കുറേ പേര്, അത് സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകാനേ തോന്നിയില്ലായിരുന്നു. ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു, അതുപോലത്തെ ഭംഗി. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇതെല്ലാം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതായിരുന്നു. ഫൈനൽ സെക്ഷനാണ് ഇത് വരുന്നത് അവതാറിൻ്റെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.